ഗൈസ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് കുട്ടനാട്ടിൽ. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര സൂപ്പറാണ്. ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് ഈ കുട്ടനാട്. ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നല്ല രസമാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ടൊക്കെ എൻ്റെ മുമ്പിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി നെടുമുടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് പൂവള്ളിയുടെ അടുത്ത ഒരു ചെറിയൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മുടെ ഈ ചാനലിലൂടെ കാണിക്കുന്നത്. പിന്നെ കുട്ടനാട് കൈനഗിരിയിലെ കുറച്ച് കാഴ്ചകളുമുണ്ട്. അപ്പം നമുക്ക് ആ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ കോസ്മോസ് അണ്ണനാണ് ഈ കാഴ്ചയൊക്കെ പകർത്താൻ പോയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം കോസ്മോസിന് വീണ്ടും ആലപ്പുഴയ്ക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ കോസ്മോസ് പോയപ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ സ്ഥലത്ത് ബോട്ട് ഇറങ്ങി അവിടെ വണ്ടി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ. എന്നിട്ട് അവിടുന്ന് ഈ കിടക്കുന്ന വള്ളം യൂസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അത് പോയതിൻ്റെ ഇതാണ് ഈ ഓളം തള്ളുന്നത്. ഇങ്ങനെ ഈ ഒരു വള്ളം അത്യാവശ്യം ബാലൻസൊക്കെ കിട്ടുന്ന വള്ളമാണ്. ഒരു 10-25,000 രൂപയൊക്കെ വില വരുന്ന ഒരു വള്ളമാണ്. ഇതിൻ്റെ വലിയ വള്ളങ്ങളൊക്കെ തന്നെ അവിടെ വെള്ളം കിടപ്പുണ്ട്. അങ്ങനെ വലിയ വള്ളങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. വലിയ വള്ളമാണെങ്കിൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് വലിയ അപകടമൊന്നുമില്ലാതെ നമുക്ക് യാത്ര ചെയ്ത് പോകാനായിട്ട് പറ്റും. ആ വെള്ളമാകുമ്പോൾ നമുക്കിതുപോലെ തുഴഞ്ഞു പോകേണ്ട ആവശ്യം വരുന്നില്ല. തുഴയുടെ ആവശ്യമില്ല. ജസ്റ്റ് ആ എൻജിൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ പോകാൻ പറ്റും. നമ്മുടെ കോസ്മോസ് അണ്ണൻ രാവിലെ എഴുന്നേറ്റ പടിക്ക് നേരെ പോയി വീഡിയോ പിടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദത്തിനും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടായി. അങ്ങ് ദൂരെ മാറി വേറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. മീൻ പിടിക്കാൻ ഓരോ കാര്യത്തിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് രാവിലെ. ഇവിടെ നല്ല കാഴ്ച, നല്ല വ്യൂ ഉള്ള സ്ഥലമാണിത്. ഇവിടെ മൊത്തം നേരം ഹൗസ് ബോട്ട് പോയാൽ ഇതുകൊണ്ടാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഓളം തല്ലുന്നത്. ഇത് നമ്മുടെ കടത്ത വള്ളമാണ്. ഈ വള്ളത്തിൽ കയറിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നത്. ഇവിടെ ഫുള്ള് മെയിനായിട്ട് തെങ്ങാണ് കൂടുതലായിട്ടുള്ളത്. ഇതാണ് മെയിനായിട്ട് കുട്ടനാട്ടിലെ കുറച്ച് കാഴ്ചകൾ. ഇത് പൂപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ പോകുന്ന വഴിക്ക് ഉള്ള ഒരു സ്ഥലമാണ് ഈ പൂപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൂപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ അവിടെ കുറച്ച് അകത്തേക്ക് കയറിയിട്ടൊക്കെ ഇതുപോലെ കുറേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഇവിടെ റിസോർട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥലമാണിത്. അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ വരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പൂപ്പള്ളി ഇറങ്ങിയിട്ട് അവിടെ തപ്പി നോക്കി ഇവിടെ റിസോർട്ടുകളും കാര്യങ്ങളുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്. കണ്ടോ, എൻ്റെ ബാക്കിലൂടെ ഒരു എൻജിൻ വെച്ചൊരു ബോട്ട് പോകുന്നുണ്ട്. അതായത് ബോട്ടല്ല, ഒരു വള്ളമാണ്. വള്ളത്തിൽ അവർ ഒരു പെട്രോൾ എൻജിൻ ഘടിപ്പിച്ചിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഭയങ്കര പെട്ടെന്ന് പോകും. ഇത് വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ കാണാനായിട്ട് എന്താണ് എപ്പിക് ട്രാവൽ ഫിക്സ് എന്നുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്ക്, ട്രാവൽ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ.